അയ്യേ നീയായിരുന്ന അപ്പൊ അതെല്ലാം സ്വപ്നായിരുന്ന മോനെ സഹദേവ. അമ്മേ നീ ആരുടെ കാര്യമായി പറഞ്ഞത്? അല്ലമ്മേ ഞാൻ ഈ അച്ഛൻ. നീ അച്ഛനോ? അതല്ല, അച്ഛൻ വന്നിട്ടല്ലേ. ദേ അപ്പുറത്തുണ്ട്. രാവിലെ തുടങ്ങി കണക്ക് പറച്ചില്. കടയിൽ 2500 രൂപയോ? ആ 2500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഫുള്ള് വാങ്ങിക്കായിരുന്നു. അരി, ഉപ്പ്, മുളക്, പഞ്ചസാര, മുട്ട 200, പവർ മാൾട്ട് 2 ടിന്ന്, ഹെർക്കുലിയസ് 5 കുപ്പി, അല്ല ഹോർലിക്സ് 5 കുപ്പി. ഇത് വേറെ ആരോ കണക്കാ? അല്ല, ഇത് ഇവിടുത്തെ കണക്ക് തന്നെയാ. ഈ മൂലംകുഴിയിൽ സഹദേവൻ പോലീസ് ഓഫീസർ ആവാനുള്ള റിട്ടൺ ടെസ്റ്റ് പാസ്സായെന്ന് കരുതി സെലക്ഷൻ കിട്ടണമെന്നില്ല. ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഒന്ന് കടന്നു കിട്ടണം. അതിന് ഇത്ര മുട്ട കഴിക്കണോ? വയറ്റിൽ കൊക്കപ്പുഴ ഉണ്ടല്ലേ. അല്ലട മോനെ, നീ ജീവിക്കാൻ വേണ്ടി തിന്നുന്നോ അതോ തിന്നാൻ വേണ്ടി ജീവിക്കുന്നോ? അച്ഛാ, ഭക്ഷണ കാര്യത്തിൽ ഒരിക്കലും ഒരച്ഛൻ മകനോട് കണക്ക് പറയരുത്. പക്ഷേ പലചരക്ക് കടക്കാരൻ എന്നോട് കണക്ക് പറയുന്നു. സഹദേവ, ഇത്രയും ചെലവ് ചെയ്തിട്ട് നീ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായില്ലെങ്കിലോ? കൊളംബിയ തകർന്നു വീണു എന്ന് കരുതി അമേരിക്ക റോക്കറ്റ് വിക്ഷേപണങ്ങൾ നിർത്തുന്നുണ്ടോ? എടാ മോനെ, ഇത് അമേരിക്ക അല്ല. അമേരിക്ക മാവുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന പാവങ്ങളാ. മോനെ ഹോർലിക്സ്. താങ്ക്സ്. നീ കുടിച്ചോ. ഇന്ന് നേന്ത്രപ്പഴം ഇല്ല കേട്ടോ. ഇല്ല? അപ്പൊ ഇന്ന് വൈറ്റമിൻസ് ഇല്ല? ഇല്ല. ഓ, ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമ. വൈറ്റമിൻ 3X. അത് ശരി. അച്ഛന്റെ ഈ ഒടുക്കത്തെ കുടി നിർത്താതെ ഈ കുടുംബം നന്നാവില്ല. ഉദാഹരണത്തിന് ഇന്ന് ഇവിടെ നേന്ത്രപ്പഴം ഇല്ല. അതൊക്കെ പോട്ടെ, എനിക്കിടാൻ നല്ലൊരു പാന്റ് ഉണ്ടോ, ഷർട്ട് ഉണ്ടോ, ഷൂ ഉണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. അതൊക്കെ കാരണവന്മാര് ചെയ്ത എന്താ? നിങ്ങൾ ഒരാളെ എന്റെ അച്ഛനെ നശിപ്പിക്കുന്നത്. ഇന്നലെ നിന്റെ അച്ഛൻ കുടിച്ചില്ല, എനിക്ക് പങ്കില്ല. കുടിച്ചുള്ള വില പോയി. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എന്റെ അച്ഛനുള്ള വിലക്ക് മതി. ഇനി വിക്രമേട്ടനായിട്ട് അച്ഛന്റെ വില കൂട്ടാൻ നിൽക്കണ്ട. എന്റെ അച്ഛന്റെ കൂടെ നടന്ന് ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കല്ലേ. റിക്വസ്റ്റ്. നിന്റെ അച്ഛന്റെ കൂട്ടുകൂടി എന്റെ കുടുംബമാണ് നശിച്ചത്. എന്റെ ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റിയാക്കി വെള്ളം പഠിച്ചു കൊടുത്തിട്ടുണ്ട്. നിനക്കറിയോ, എന്നെ ഇപ്പൊ എന്റെ ഭാര്യ വീട്ടിൽ കേട്ടല്ല. ഞാനിപ്പോ ചന്ദ്രന്റെ ഭാര്യയുടെ കൂടെയാണ്. അയാളുടെ വൃത്തികെട്ട 2 മക്കൾ ഇപ്പൊ എന്റെ നല്ലതാ. എനിക്ക് തന്നെ ഇത് വേണം. പ്രഭാകരേട്ടാ, ഞാൻ പോവാണ്. വിക്രമ, ഞാൻ പോന്നേ. ഞാൻ പോയിക്കോളാം. ഇനി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. നിന്റെ തന്ത കുടിക്കുന്നതിന്റെ കാരണം ഞാനല്ല, നിന്റെ അളിയനാ SI തണ്ടിയാണ്. ചോദിച്ചു നോക്ക്. കാണുമ്പോ നിന്റെ അച്ഛൻ സല്യൂട്ട് ചെയ്തില്ലെങ്കിലേ ആ ചെറ്റക്ക് സഹിക്കില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ആ പരട്ടാളി എന്റെ നേരെ വന്നാലുണ്ടല്ലോ, നിന്റെ പെങ്ങണ മറ്റവനാണെന്ന് ഞാൻ നോക്കൂല. തീർച്ചയായും ഞാൻ കല്ലെറിഞ്ഞു വന്നാലും. എന്താടോ, ആരെ കൊല്ലുന്നാ വിളിച്ചു പോകുന്നേ? അല്ല, ഞാൻ പറയാം. പറയല്ലേ. ഏതോ ഒരു കൊടിച്ചിപ്പട്ടി കുറെ കാലമായി എന്റെ അച്ഛനെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ആ കൊടിച്ചിപ്പട്ടിയെ കണ്ടാൽ തല്ലി കൊല്ലാന്ന് ഞങ്ങൾ പറയായിരുന്നു. കഴുത്തി ബെൽറ്റ് ഇട്ട പട്ടിയാണോ? അല്ല, അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട. നിങ്ങള് കുടുംബക്കാരല്ലേ? കുടുംബക്കാരൻ ഇതിന്റെ അകത്തേം കാലൂത്തില്ല. ഈ കള്ളന്മാരുടെ കൂടെ ഒരു കൊച്ചു കള്ളനുണ്ടല്ലോ, കൊച്ചുണ്ണി. അവനെ പൊക്കാനാണ് ഞാൻ വന്നത്. നാളെ കാവിലുത്സവല്ലേ, അതിനു മുമ്പ് അവന്മാരെയൊക്കെ പൊക്കി അകത്തിട്ടാലേ എനിക്ക് മനസ്സമാധാനമായിട്ട് പാപ്പിന് ശരി ചിലപ്പോ ബാല കാണാൻ കഴിയൂ. ജരാസന്ധ അകത്തേക്ക് കയറുന്നില്ലേ? ഓ, കൊറേ കാലം ഇതിനകത്ത് തന്നെ ആയിരുന്നല്ലോ. ഒന്ന് കയറിയേച്ചുമ്പോ എന്താ സ്വർണ്ണം ഇരിക്കുന്ന അവിടെ? ഇവളിപ്പോ അമ്മയുടെ മോളല്ലമ്മേ, ഒരു പോലീസുകാരന്റെ ഭാര്യ. ഇവിടെ കയറുന്നതിനേക്കാൾ അന്തസ് അവൾക്ക് ആ കള്ളന്റെ വീട്ടിൽ കയറുന്ന. അവിടെ നമ്മൾ എന്തെങ്കിലും അടിച്ചോണ്ട് പോവാലോ, അതിന് കേസും ഉണ്ടാവില്ല. ഇത്തരം ചീള് കേസിനോട് സംസാരിച്ച് നിന്റെ അന്തസ്സുകളല്ലേ. കൊച്ചുണ്ണി, മോനെ. എന്താ ഡാഡ്? 7 to 9 എനിക്ക് പഠിക്കലാണെന്ന് അറിയില്ലേ? പഠിക്കാൻ പോലീസ് ഒന്നും ഇപ്പോണ്ട്. ഓ, പൂവർ പോലീസ്. കഷ്ടം. അപ്പൊ ഇത്തവണത്തെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ. അച്ഛന്റെ പേര് പറഞ്ഞു വിളിക്കുന്നു. അച്ഛന്റെ പേര് വിളിച്ചതല്ല, പിന്നെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ എന്ന് പറഞ്ഞതാ. ഞാൻ കിടന്ന് കാണുന്നുണ്ട്. ഞാനിവിടെ ഇല്ലാന്ന് പറ. ശരി. ഓക്കേ മൈ ഡിയർ സൺ. എന്താടോ തുറക്കാൻ എത്ര താമസം? അത് അടഞ്ഞു കിടന്നുകൊണ്ടാ സാർ. നിക്കറോ? താൻ LKG യിലാണോ പഠിക്കുന്നത്? അല്ല സാർ, ഇതൊക്കെ ഗൾഫാ. ഇയാളുടെ മകൻ ഗൾഫാരുടെ വീട്ടിൽ മാത്രം കക്കൂ. ഒന്ന് മാറി നേട്ടാ. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ഇട്ടല്ലേ ചേട്ടാ? എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടയിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന് പരാതി വേണ്ട. എന്ത് സൈസ് ഉണ്ണിയാ? കൊച്ചുണ്ണി. അവനോടെ അവനിവിടെ ഇല്ല. വീട് സെർച്ച് ചെയ്യടോ. ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ അതൊക്കെ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. സാറേ, കുളിമുറിൽ ആരോ ഉണ്ട്. എടാ തൊരപ്പാ. എന്തിനാ എന്നെ കുരക്കണേ? നിനക്ക് എന്തിന്റെ കേടാ? നല്ല അടി കൊള്ളാത്ത കേടാ. കുറക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞതാ. അയ്യോ,
നിന്റെ തലാര എവിടെ കൊണ്ടെന്ന് വെച്ചേ? തല മാത്രമല്ലടാ, ഉടലുണ്ട് താഴെ. നിന്റെ കൊടലേനെടുക്കും. നീ ആരോട് വെച്ചിട്ട് വീടിനകത്ത് കയറിയത്? വീടിനകത്തല്ലല്ലോ കയറിയത്, ഞാൻ ഈ ബക്കറ്റിനകത്തല്ലേ കയറിയത്. എടാ തൊരപ്പ എണിക്കടാ. നീ ബഹളം വെക്കല്ലേ, ആ പോലീസുകാരൊന്ന് പൊക്കോട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തുക്കളല്ലേടാ. സുഹൃത്തുക്കളാ? നീ കള്ളൻ ഫാമിലി, ഞാൻ പോലീസ് ഫാമിലി. നമ്മുടെ ഫാമിലികൾ തമ്മിൽ ചേരില്ല. സൗദേവ, ഈ ലോകത്ത് കള്ളന്മാരില്ലെങ്കിൽ പിന്നെ പോലീസുകാരില്ലട്ടാ, അത് നീ മറക്കണ്ട. പോലീസ് ഉണ്ടോ ഇല്ലെന്നെ കൂടെ ഞാൻ കാണിച്ചു തരാടാ. കിട്ടിയോ? കൊച്ചുണ്ണിയെ പറമ്പിലൊന്നും കണ്ടില്ല സാർ. അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്, എനിക്ക് ഉറപ്പാ. ഈ കോമ്പൗണ്ടിനകത്ത് നീ കാലൂത്തെ നിന്റെ മുട്ടിലെന്തെങ്കിലും ഓടിക്കും. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ആണ് വേണമെങ്കിൽ പിടിച്ചോണ്ടോ നോക്ക്. ഇല്ല, ഞാൻ എന്റെ പാട്ടിനങ്ങോട്ട് പോകും. ഇതാ സാർ വിളിച്ച ഞാൻ സ്റ്റേഷനിൽ വരാത്തത്. പിടിക്കട്ടെ, ഷർട്ട് ചൂടുന്നു. ഞാൻ കേറിക്കോളാം. അളിയൻ സാറേ, ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ബഹുമാനമുള്ളൂ. 10 കാശ് സ്ത്രീധനം കൊടുക്കാനില്ലാതെ എൻ്റെ ഈ പെങ്ങൾ ഇവിടെ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾ കയ്യും കലാശമൊക്കെ കാണിച്ച് എൻ്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു. ഒരാങ്ങളെ എന്ന നിലയ്ക്ക് എനിക്ക് ആ കാര്യത്തിൽ നന്ദിയുണ്ട് നിങ്ങളോട്. എന്ന് കരുതി എൻ്റെ അച്ഛൻ്റെ മെക്കെട്ടെങ്ങാനും കയറാൻ ശ്രമിച്ച ഈ മൂലംകുഴിയിൽ സഹദേവൻ ആരാന്ന് നിങ്ങൾ അറിയും. ചെല്ല. ഇപ്പൊ എനിക്ക് ഉറപ്പായി നീ ഒരു SI ആവുന്നു. പോയി മേടിക്കടാ ഷൂസും പാന്റും ഒക്കെ. എണ്ണൊന്നും വേണ്ട. എന്നാ പോയി മേടിക്കടാ. ഇതെങ്ങനെയുണ്ട്? ഇത് മതി. ഓക്കെ. എന്താ എന്ത് പണ്ടാറത്? ഷൂസിന്റെ തിന്നത്? അയ്യേ, ഷൂസ് ഇട്ട് പാണിരാക്കോ? എവിടെ നോക്കിയോ നടക്കണത്? ആരോ വീഴ്ത്തിയതാ. സോറി, ഷൂ വാങ്ങിച്ചിട്ട്. എന്തെന്നാണത്? എവിടെ വെക്ക? ചോറില് കല്ല് കണ്ടുണ്ട്. സോക്സിൽ ആദ്യായിട്ടാ. തലയൊന്ന് മൊട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു. ആ മോളിലിരിക്കുന്ന എന്റെയാണ്. എനിക്ക് തന്നിട്ട് പോവൂ. ഒന്നുമില്ല. ഓക്കെ സോറി. ആരുടെ മുമ്പിലും ഓക്കെ. റോഡിൽ ഞൊണ്ടി കളിക്കാൻ ഇനി ഒന്നും പറയരുത്. ഞാൻ മാറി. പ്ലീസ്. വലിയ കഷ്ടായിപ്പോയി. ആറ്റുനോറ്റൊരു ഷൂ വാങ്ങിച്ചിട്ട് കൊതി തീർന്നില്ല. ഈ ഒരു ഷൂ കൊണ്ട് ആരടാ മൂമ്മയ്ക്ക് പിണ്ടം വെക്കാനാ? അച്ഛന്റെ മുഖത്ത് ഷൂസ് ഇടാണ്ട് എങ്ങനെ നോക്കും? എന്താ താഴ്ന്നു പോവില്ലേ? തന്നിട്ട് പോകൂട്ടി. ഞാൻ വന്നോട്ടെ പ്ലീസ്. പോക്കത് നത്തിങ് ടു വറി. ഒരല്പ BP ഉള്ളത് ഒഴിച്ചാൽ ഒരു കുഴപ്പമില്ല. ടെൻഷൻ ഒന്ന് കുറച്ചാൽ മതി. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ടെൻഷൻ കുറയ്ക്കാനോ? അമ്മയ്ക്കും മോക്കും ഇപ്പൊ സമാധാനമായല്ലോ. അച്ഛനൊന്നുമില്ല മോളെ. 1 minute. 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 1 minute.
എനിക്കൊരു ചെറിയ പനി വന്നാൽ പോലും ഇവൾക്ക് പേടിയാ മരിച്ചു പോകുമോ. സമയമായിട്ടുണ്ടേ മരിക്കും അല്ലേ ഡോക്ടറെ? हेलो, दिल्ली से रतन भाई। आप लोगों के जरिए रवि मेनन की मौत की खबर सुनने के लिए बाबा इंतजार कर रहे हैं। श्योर, आज हमारे काम करने का अच्छा मौका है। गुड। जी हाँ, we are going to set the bomb. It will blast at the right time. जी। Inspector Sahdevan from Police Department. Count 1, 2, 3. Count, I say. 1, 2, 3. Shortcut. റാസ്കൾ, ഒരു പാവം പെൺകുട്ടിയുടെ ബാഗേ കണ്ടുള്ളൂ തട്ടിപ്പറിക്കാൻ. നീ ശരിക്കും എസ്ഐയായ? അടികൊണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇൻസ്പെക്ടർ സഹദേവൻ ഫ്രം പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഇനിയെങ്കിലും ഇതൊക്കെ സൂക്ഷിക്കണം. ഞാൻ ഒരാളേ ഉള്ളൂ, എല്ലായിടത്തും സമയത്തെത്താൻ എപ്പോഴും എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. സോ ബി കെയർഫുൾ. പ്രിയ പബ്ലിക്, ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. സാറേ, ഇവൻ കൊള്ളനാ? അല്ല, കള്ളനാ. ഇവൻ കള്ളനാണെന്ന് എനിക്കറിയാം. സാർ ഏത് സ്റ്റേഷനിലെയാ? മൂലകുടി സ്റ്റേഷനിലെയാണോ? അങ്ങനെ ഇന്ന സ്റ്റേഷൻ എവിടെ നെറ്റിയാണ് വേഷം? ഞാൻ പറ്റി ചൈന ഭാഷ പറയുന്നോടാ? ടൈലറിന്റെ അടുത്തുനിന്ന്. അമ്മടെ പുളിസോ അപ്പൊ ഒറിജിനൽ അല്ലല്ലേ? എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. ഒത്തുകളിയാ? അതെ, ഞാൻ പബ്ലിക്കിന്റെ മുതല് കണ്ടു. ഇവൻ പബ്ലിക്കായി തന്നെ പോകും. ഒടുവിൽ പബ്ലിക്കിന്റെ കണ്ടി പൊടിയിട്ട് ഞങ്ങൾ മുങ്ങും. പറയടോ. സാർ, ഇവൻ പറയുന്നതെല്ലാം നുണയാണ്. ഞാൻ വിശ്വസിച്ചു. അപ്പോഴേ രണ്ടിനെയും പൊക്കി അകത്തുള്ള. എനിക്ക് നമ്മുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ തന്നെടാ. അന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോഴും കള്ളനും പോലീസും കളിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നായിരുന്നു. അയൽക്കാരായിരുന്നിട്ടും എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരേ മുറി കൂടുന്നത്. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക്. കമ്പനിയായ? ആര് കമ്പനിയായി? പറയണ ഇതിന്റെ അകത്തായപ്പോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇറക്കി വിട്ടേനെ. മടാ പുളിസോ, അതൊക്കെ എസ് ഐ ആയിട്ട് പോരെ? എസ് ഐ ആവൂടാ, ഒരു ദിവസം എസ് ഐ ആയിട്ടോണം നിന്റെ ഒക്കെ ലവാങ്ക. ചുമ്മാരുടെ. അതെ, എന്നെ ഇറക്കി വിടണ്ടോ? എനിക്കിന്ന് ടെസ്റ്റ് ഉള്ളതാ. നീ ആര്? സച്ചിൻ ടെണ്ടുൽക്കറോ ടെസ്റ്റിന് പോവാൻ? ഇത് പോലീസിലേക്കുള്ള ടെസ്റ്റാ. മിണ്ടരുത്. എനിക്കൊന്നും അവിടെ തന്നെയാണ് ഡ്യൂട്ടി. നിങ്ങളുടെ കേസ് ഒന്ന് ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. കേസ് ചാർജ് ചെയ്യാനോ? അതെ. നമുക്ക് സെൻട്രൽ ജയിലിൽ ഇതുപോലെ ഒരേ മുറി തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. പോടാ പട്ടി. അതെ, ഞാൻ നാളെ സിഇഒ DSP ആവും. ആയിക്കോ. ഇപ്പൊ എന്നോട് സഹകരിച്ചില്ലെങ്കിലേ അന്ന് ഞാൻ നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് സ്ഥലം മാറ്റും. സഹദേവാ, നീ എന്നെ സ്ഥലം മാറ്റരുത്. മാറ്റും. മാറ്റരുത്. മാറ്റും. ഉറപ്പാണോ? ഉറപ്പ്. നീ ഇന്ന് ഫിസിക്കൽ ടെസ്റ്റിന് പോയാലല്ലേ ഒരു എസ് ഐ എങ്കിലും ആകൂ. അതെ, നിന്നെ ഇന്ന് ടെസ്റ്റിന് വിടുന്ന പ്രശ്നമില്ല. അതെ, നീ എസ് ഐ ആയിട്ട് എന്ത് കിട്ടാനാ? നീ എന്റെ കൂടെ കൂട്, നല്ല പറയാത്ത ഉണ്ടാക്കാം. പോടാ അളിയാ. പോടാ അളിയാന്നോ? അതെ, പോടാ അളിയാന്ന്. സാറേന്ന് വിളിയടാ. ഏത് തെണ്ടിയ വരെ സാറേന്ന് വിളിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയം ഉണ്ടോ? നിന്നെ ഇന്ന് തുറന്നു വിടുന്ന പ്രശ്നമില്ല. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എനിക്ക് മേലും കീഴും നോക്കാനില്ല. ഇന്നെനിക്ക് ഫിസിക്കൽ ടെസ്റ്റിന് എത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും, മൃഗീയമായിട്ട് കൊല്ലും. എന്നിട്ട് ആ പേട്ടത്തല വെട്ടി ഈ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ സ്റ്റേഷനിൽ പോയി കീഴടക്കും. അവനെ തുറന്നു വിടും. അവൻ കൊല്ലൂന്ന് പറഞ്ഞപ്പോ സാറിന് വരണ്ടല്ലേ? തലയുടെ വരെ തനിക്കറിയില്ല. അത് പോയാ പിന്നെ ഞാൻ ഇതിലൂടെ വെള്ളം അടിക്കും. ടെസ്റ്റിന് ജസ്റ്റ് 10 മിനിറ്റേ ഉള്ളൂ. ഇനി പോയാലും അവന് എത്താൻ സാധിക്കും. തുറന്നു വിട്. നിന്റെ കാര്യം ഇവിടെ തെളിയാതെ നടക്കുന്ന പെറ്റി കേസല്ല, അവന്റെ തലയെ കെട്ടിവെച്ച് കോടതി ഹാജരാക്ക്. പെറ്റി കേസന അത് 2 മാസം. ഞാൻ വിചാരിച്ചു 41 ആയിരിക്കുന്നു. അതെ, എവിടെയെങ്കിലും വെച്ച് കണ്ടോന്ന് ചിരിക്കണേ.
യൂണിഫോമോ? ആരും അറിയണ്ട. എന്താണോ ഇത്? എല്ലാരും ടെസ്റ്റും ട്രെയിനിങ് കഴിഞ്ഞാണല്ലോ പോലീസ് ആവുന്നത്. നീ അതിനു മുമ്പായാ? സോറി സാർ, ഞാനൊരു ഫാൻസി ഡ്രസ് കഴിഞ്ഞു. ടൈം ഈസ് ഓവർ. അയ്യോ അങ്ങനെ പറയരുത് സാർ. സാർ പ്ലീസ്. നിനക്ക് വേണമെങ്കിൽ ആ സാറിനെ പോയി കാണാം. എക്സ്ക്യൂസ് മീ സാർ. ഗുഡ് മോർണിംഗ് സാർ. ഫോർ ദ ഫിസിക്കൽ ടെസ്റ്റ്. ഇപ്പോൾ ടൈം എന്നാச்சு? 10:65. അല്ല 11:05. 5 minutes late. Sorry sir. இங்க 11 o'clock முன்னாடி ரிப்போர்ட் பண்ணுன்னு தெரியும்ல. You are late. Clear out from here. Sir, please sir. No. Sir, ഞാൻ കാല് പിടിക്കാം sir. சொன்னா புரியலடா ராஸ்கல். Get out. എന്താടോ? No sir, he's late. Sir, ഒരു 5 മിനിറ്റ് വൈകി എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കണം സാർ. ഈ ജോലി എന്റെ സ്വപ്നമാണ് സാർ, എന്റെ ലക്ഷ്യമാണ് സാർ. I say get out. Get out. നടത്തി വിടറോ അയാളെ. ഇവിടെ ആർക്കാ സമയനിഷ്ഠയുള്ളത്? താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സാർ. 94. മാറി പെട്ടെന്ന് എടുത്തോളൂ സാർ, മസിൽ പോകും. അദ്ദേഹത്തിന്റെ അളവ് ഞാൻ എടുക്കാം. ഈ സാറിന്റെ നഷ്ടപ്പാടിയിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിക്കാനുള്ളതാ എനിക്ക്. തരൂ, അളവെടുക്കട്ടെ സാർ. ചതിക്കരുത് അളിയ. നെഞ്ചളവ് 90, 95 ഏട്ടാ. 60, 65 വിരിവില്ല. അല്ല സാർ, 90, 95. ഇയാളെന്താ വണ്ടി നമ്പർ പറഞ്ഞു? என்ன பீதாம்பரன்? ഇയാൾ അൺഫിറ്റ് ആണ് സാർ. ഇവൻ ഡിസ്ക്വാളിഫൈഡ്. അയ്യോ സാർ, ഈ സാർ റിവെഞ്ച് എടുക്കണം സാർ. Is that so? ആ സാർ. சரி, ஒரு வேலை பண்ணு. இவன் அந்த போஸ்ட்ல ஏத்தி டெஸ்ட் பண்ணுங்க. ஓகே? താങ്ക് യു സാർ. സാർ 90, 95 വേണ്ട പോലെ കാണാം സാർ. പോസ്റ്റ് റെഡി. 5 ലിറ്റർ എണ്ണയാ പോസ്റ്റിൽ ഒഴിച്ചത്. 1/2 ലിറ്റർ. Sorry, you're unfit. Sir, please sir. நீ இந்த போலீஸ் வேலைக்கு totally unfit. Clear out. Sir. Sir, ഇവരൊക്കെ ഫിറ്റ് ആണോ സർ? Yes, they are fit. അവരുടെ ബോഡി ഷേപ്പ് കൊണ്ട് അറിയാൻ പാടില്ലടാ. They are strong. ഈ പോലീസ് എന്ന് പറഞ്ഞാൽ നിന്നെ പോലുള്ള പഴങ്ങഞ്ഞി പാർട്ടികൾക്ക് പറ്റിയ പണിയല്ല. ഇവരെ പോലെ തണ്ടും തടിയുള്ള ക്രിമിനൽസിനെ കിട്ടിയാൽ നേരിടാനുള്ള സ്ട്രെങ്ത് ഉണ്ടാണ് നിനക്ക്. ആശു Now am I fit sir? പോലീസ്കാരൻ മേലെ കൈ വെക്കണേടാ റാസ്കൽ. ഹലോ, ഒന്ന് നിന്നേ. മിസ്റ്റർ, നിങ്ങളോടാ. താനാരാ? മുഹമ്മദ് റാഫിയോ അത് ചങ്ങമ്പുഴയുടെ രമണനോ? കുറെ ഹിന്ദി പടങ്ങളുടെ പേര് ഓർഡറിലാക്കി പാട്ടുപാടി നടക്കാൻ നാണല്ലേ തനിക്ക്? തന്നെ പോലുള്ള അലവലാദികളോട് നടന്നെന്ന് പറഞ്ഞ് എന്നെ ജോലിന്ന് പിരിച്ചുവിട്ടു. താൻ എന്തോടെ വായം പൊളിച്ച് നിൽക്കണേ? നമ്മളിൽ ആരാ ഇപ്പൊ മലയാളം പറയണേ? ഞാൻ ഇത്രയും നേരം സംസാരിച്ചിരുന്ന എനിക്ക് മനസ്സിലായില്ല. താൻ എന്തോടെ പൊട്ടം കളിക്കാ? മലയാളം മലയാളം തനിക്ക് എന്തോടെ ചെവി കേട്ടൂടെ? നിനക്ക് മലയാളം അറിയല്ലേ? അത് ശരി. നിനക്ക് ചെങ്ങമ്പുഴ അറിയല്ലേ? രമണൻ അറിയല്ലേ? അലവലാതി എന്ന് പറഞ്ഞ വാക്കും അറിയാലേ? എന്നിട്ടാണോടി നീ എന്നെ ഇങ്ങോട്ട് കറക്കിയത്? എടി നിനക്കറിയോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഒരു ഹിന്ദി സിനിമയ്ക്ക് പോലും പോയിട്ടില്ല. ഞാൻ 1950 മുതലുള്ള ഹിന്ദി പടങ്ങളുടെ പേര് ഒറ്റരിപ്പിന് കാണാപ്പണം പഠിച്ച നിന്റെ പുറകെ പാട്ടും പാടിയാർന്നത്. ഈ പഠിത്തം ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഹിന്ദി മുൻഷിയനടി. ഹിന്ദി മുൻഷി. മുൻഷി വാർത്തക്കുമ്പല്ലേ? മുൻഷി വാർത്തക്കുമ്പല്ലേ? ഒന്ന് പോടാ. ഏയ് ചിരിക്കരുത്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി, വെറുതെ വിടില്ലടി നോർത്ത് ഇന്ത്യ. ഇതിന് പ്രായശ്ചിത്തായിട്ട് നിന്നെ ഞാൻ സ്നേഹിച്ച് എന്റെ കാമുകിയാക്കി, പിന്നെ കല്യാണം കഴിച്ച് എന്റെ ഭാര്യയാക്കി, എന്റെ കുട്ടികളുടെ അമ്മയാക്കി, അവരുടെ മുത്തശ്ശിയാക്കി, മുതുമുത്തശ്ശിയാക്കി, നിന്റെ വായിലെ പല്ലുപുഴ പണ്ടോറടക്കി. നീ ഡാക്കിനെ അമ്മൂമ്മ പോലെ കുറച്ച് വെള്ളം എടുത്ത് തരുമോ എന്ന് നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ. നീ നോക്കിക്കോ, നീ നോക്കി.
ഇതുപോലെ അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് പോരട്ടെ. അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഹൈ 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 ഹൈ. സോറി അർജുനെയും കൊണ്ടുള്ളതിന്റെ ഫസ്റ്റ് ഓപ്പറേഷനാണ്. അതും CM ഉദ്ഘാടനത്തിൽ വരുന്ന സ്ഥലം. ഒരു ചെറിയ ബോംബെങ്കിലും കണ്ടെടുത്താൽ നിന്റെ കഴിവ് രേഖപ്പെടുത്താം. ആ ബോംബെങ്ങാനും പൊട്ടിയാ നിന്റെ മരണം രേഖപ്പെടുത്താം. എന്നാ വിക്രമേട്ടൻ ബോംബ് കണ്ടെടുത്തോളൂ. നോക്കിക്കൊണ്ടിരിക്കല്ലേ? അവിടെ നോക്ക്. അവിടെ എന്താ? ഞാൻ കണ്ടതാ, ഒരാളുണ്ടായിരുന്നു, അവന്റെ തോക്കുണ്ടായിരുന്നു. അർജുൻ ഇനി എന്നെ കണ്ടാവും ഭയന്ന് പോയതാവൂ. കണ്ടാ ബൈക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട് നടക്കണോന്ന്. എവിടെ പോയി? ഇവിടെ വെച്ചാണ് എന്നെ കണ്ടത്. പേടിച്ചാണ്. ഏയ്